ദൈവത്തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. പുതിയൊരു പ്രഭാതത്തിൽ തൃപ്പാദം എന്ന പ്രതിദിന പരിപാടിയിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. ആശ്വാസമെന്നിൽ താൻ തന്നതിന ഭാഗ്യവാൻ ഭാഗ്യവാൻ. യേശുക്രിസ്തുവിന്റെ മനുഷ്യത്വം എന്ന വിഷയത്തെ ആധാരമാക്കി ക്ലാസുകൾ നയിക്കുന്നത് ഇവാഞ്ചലിസ്റ്റ് ബിജു വിൽസൺ കരകുളം. വീരനാം ദൈവവും നിത്യപിതാവുമായ കർത്താവായ യേശുക്രിസ്തുവിന്റെ പവിത്രമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പ്രഭാതത്തിൽ തൃപ്പാദം എന്ന ശുശ്രൂഷയിൽ കൂടി എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വന്ദനം. നമ്മുടെ കർത്താവായ യേശുവിൻ്റെ മനുഷ്യത്വം എന്ന വിഷയം ഈ പ്രഭാതത്തിൽ വീണ്ടും പഠിക്കുവാൻ നാം ഒരുങ്ങുന്നു. നമ്മുടെ കർത്താവായ യേശു മനുഷ്യൻ എന്ന നിലയിൽ ഈ ലോകത്ത് പ്രവർത്തിച്ചതായിരിക്കുന്ന ചില വേദഭാഗങ്ങൾ ഈ പ്രഭാതത്തിൽ നമുക്ക് ചിന്തിക്കാം. ഒന്ന്, നമ്മുടെ കർത്താവ് യെരൂശലേം ദേവാലയത്തിലേക്ക് പോകുമ്പോൾ അവിടെ നടക്കുന്നതായിരിക്കുന്ന കച്ചവടവും അധർമ്മ പ്രവർത്തികളും കണ്ടിട്ട് താൻ ഒരു ചമ്മട്ടി ഉണ്ടാക്കി. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 13 മുതൽ 15 വരെ. അവിടെ കർത്താവ് ആദ്യമായിട്ട് തൻ്റെ പ്രവൃത്തി ആരംഭിക്കുകയാണ്. ചമ്മട്ടി കൊണ്ട് അവിടെ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ആൾക്കാരെ അവിടെ നിന്ന് പുറത്താക്കുന്നു. 2, മനുഷ്യർ ചെയ്യുന്നതായിരിക്കുന്ന പ്രവൃത്തി രണ്ടാമത് കർത്താവ് ചെയ്തത് അവിടെ നിന്ന് തുപ്പൽ കൊണ്ട് ചേറുണ്ടാക്കി കുരുടനായ മനുഷ്യന്റെ കണ്ണിൽ പൂശി. അവിടെ നിന്ന് ചേർ ഉണ്ടാക്കി. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം 5-6. മൂന്നാമതായി, നമ്മുടെ കർത്താവ് ലോകത്തായിരിക്കുമ്പോൾ ശിഷ്യന്മാരോടൊപ്പം ആഹാരത്തിനായിട്ട് ഇരുന്നവനാകുന്ന കർത്താവ് പെട്ടെന്ന് അവിടെ നിന്ന് എഴുന്നേൽക്കുന്നു, തൻ്റെ അങ്കി ഊരി വയ്ക്കുന്നു. അതിനുശേഷം താൻ തുവർത്തെടുത്ത് അരയിൽ ചുറ്റി വെള്ളം പകർന്ന് ശിഷ്യന്മാരുടെ കാല് കഴുകുവാൻ തുടങ്ങുന്നു. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 4-5. ഈ ലോകത്തിൽ കടന്നു വന്ന ഒരു ഗുരുക്കന്മാരും ചെയ്യാത്തതായിരിക്കുന്ന ഏറ്റവും വലിയ മാതൃക കർത്താവ് അവിടെ കാണിച്ചു കൊടുത്തു. 4, കർത്താവ് ശിഷ്യന്മാരുടെ മേൽ ഊതി. മരണാനന്തരം ഉയർത്തെഴുന്നേറ്റവനായിരിക്കുന്ന കർത്താവ് ശിഷ്യന്മാരുടെ മുൻപാകെ നിൽക്കുമ്പോൾ അവരുടെ മേൽ കർത്താവ് ഊതി. യോഹന്നാന്റെ സുവിശേഷം 20-22 വാക്യം. കർത്താവ് എഴുതി. ഈ ലോകത്തിൽ നമ്മുടെ കർത്താവായിരുന്നപ്പോൾ കർത്താവിന് വിദ്യാഭ്യാസം ഉള്ള വ്യക്തിയായിരുന്നു. അതുകൊണ്ട് അവിടെ നിന്ന് എഴുതി. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 6-ാമത്തെ വാക്യം. എഴുതിയവൻ വായിക്കുകയും ചെയ്തു. താൻ പതിവ് പോലെ ശബത്തോറും പള്ളിയിൽ പോയിരുന്നു. പള്ളിയിൽ പോയിട്ട് വായിക്കാനായിട്ട് എഴുന്നേറ്റ് നിന്നു. ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 16-ാമത്തെ വാക്യം. നമ്മുടെ കർത്താവ് വിദ്യാഭ്യാസമില്ലാത്തവനെന്ന പരിഹാസം കേട്ടിട്ടുണ്ടെന്ന് വരികിലും അവിടെ നിന്ന് എഴുതുകയും വായിക്കുകയും ചെയ്ത പുരുഷനാണ്. 7, കർത്താവ് കഴുതക്കുട്ടിയുടെ പുറത്തു കയറി. ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായം 35-ാമത്തെ വാക്യം. സാധാരണയായിട്ട് യഹൂദ ദേശത്തിലെ രാജാക്കന്മാർ അവർ രാജാഭിഷേകം കഴിഞ്ഞ് ചെങ്കോലും കിരീടവും ധരിച്ച് കഴുതക്കുട്ടിയുടെ പുറത്താണ് യെരൂശലേമിലേക്ക് കടന്നു വരുന്നത്. അവരെ എതിരേൽക്കാനായിട്ട് ജനലക്ഷങ്ങൾ ഒരുങ്ങും. അതുപോലെ നമ്മുടെ കർത്താവ് യെരൂശലേമിലേക്ക് പ്രയാണം ചെയ്യുകയാണ്. തിരുവെഴുത്ത് മുൻകൂട്ടി പഴയ നിയമത്തിൽ പറഞ്ഞതുപോലെ കഴുതക്കുട്ടിയുടെ പുറത്തു കയറി കർത്താവ് ഇതാ കടന്നു വരുന്നു. 8, നമ്മുടെ കർത്താവ് ഈ ലോകത്തായിരുന്നപ്പോൾ ശിശുക്കളെ അണച്ചു, അവരുടെ മേൽ കൈവച്ചു, അവരെ അനുഗ്രഹിച്ചു. മാർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 15-16 വാക്യങ്ങൾ. കർത്താവ് ഈ ലോകത്തായിരുന്നപ്പോൾ ശിഷ്യന്മാരുമായി തൻ്റെ പ്രവർത്തനം നടത്തുമ്പോൾ ശിശുക്കളോട് കർത്താവ് ആദരവ് കാണിക്കുകയും അവരെ അണയ്ക്കുകയും അവരെ അനുഗ്രഹിക്കുകയും ചെയ്തിട്ടുണ്ട്. ലോകത്തിലെ ഗുരുക്കന്മാർ ശിശുക്കളെ ആട്ടിപ്പായിക്കുമ്പോൾ നമ്മുടെ കർത്താവ് ശിശുക്കളെ മാറോട് ചേർത്ത് അണച്ച് അവരുടെ തലയിൽ കൈവച്ച് അവരെ അനുഗ്രഹിച്ച് പറഞ്ഞയക്കുന്നു. 9, നമ്മുടെ കർത്താവായ യേശു അപ്പം എടുത്തു,
വാഴ്ത്തി. മാർക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 22 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ. സാധാരണയായിട്ട് യഹൂദന്മാർ പെസഹ ആചരിക്കുമ്പോഴും അവർ ആഹാരം കഴിക്കുമ്പോഴും അവരുടെ പാത്രങ്ങൾ വിളമ്പുന്നതായിരിക്കുന്ന ആഹാര സാധനങ്ങൾ എടുത്ത് മുകളിലേക്ക് ഉയർത്തി ദൈവമാകുന്ന കർത്താവിന് സ്തോത്രം അഥവാ നന്ദി അർപ്പിച്ചതിന് ശേഷമാണ് അവർ അത് ഭക്ഷിക്കുന്നത്. അതുപോലെ കർത്താവ് ഈ ലോകത്തായിരുന്നപ്പോൾ അപ്പമെടുത്ത് പിതാവാകുന്ന ദൈവത്തെ വാഴ്ത്തി. അതിനുശേഷം പാനപാത്രം എടുത്ത് ഇതുപോലെ തന്നെ സ്തോത്രം ചൊല്ലി പിതാവാകുന്ന ദൈവത്തെ വാഴ്ത്തിയതായിട്ട് നമ്മൾ വായിക്കുന്നു. ഈ 10 ഭാഗങ്ങളിൽ നിന്നും നമ്മുടെ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു സാധാരണ ഒരു മനുഷ്യനായി, അഥവാ യഹൂദ കുലത്തിൽ പെടുന്നതായിരിക്കുന്ന മനുഷ്യർ ചെയ്യുന്നതായിരിക്കുന്ന എല്ലാ പ്രവൃത്തികളും തന്മയത്വത്തോടുകൂടി ചെയ്തുകൊണ്ട് ലോകത്തിൻ്റെ പ്രകാശമായി, ലോകത്തിൻ്റെ ഗുരുവായി കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു ഈ ലോകത്തിൽ ശോഭിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സാധാരണയായിട്ട് മനുഷ്യർ ചെയ്യുന്നതായിരിക്കുന്ന എല്ലാ പ്രവൃത്തികളും നമ്മുടെ കർത്താവ് ചെയ്തു എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. കർത്താവിന് ചമ്മട്ടിയല്ല ഈ ലോകത്തിൽ കാണുന്ന ഏത് സാധനങ്ങളും ഉണ്ടാക്കുവാൻ തക്കവണ്ണമുള്ള കഴിവ് ഉണ്ടായിരുന്നു. മാത്രമല്ല അവിടുന്ന് മണ്ണിൽ പണിയെടുത്ത ദൈവമാണ്. തുപ്പൽ കൊണ്ട് ചേറുണ്ടാക്കി ആദാം മണ്ണിൽ പണിയെടുക്കാനായിട്ട് നിയോഗിക്കപ്പെട്ടു. അതുപോലെ നമ്മളും പണിയെടുത്തുകൊണ്ടേയിരിക്കുന്നു. കർത്താവ് മണ്ണിൽ പണി എടുത്തവനാണ്. നമ്മുടെ കർത്താവ് കാല് കഴുകി, മറ്റുള്ളവരുടെ കാല് കഴുകിക്കൊണ്ട് താഴ്മ എന്താണ്, വിനയം എന്താണെന്നുള്ള മനോഭാവം അതെങ്ങനെയായിരിക്കണം എന്നുള്ളതായിരിക്കുന്ന മാതൃക ലോകത്തിൻ്റെ മുമ്പാകെ കാണിച്ചു കൊടുത്തു. മാത്രമല്ല അവിടുന്ന് പരിശുദ്ധാത്മാവ് ഉള്ളവനായിരുന്നു, പരിശുദ്ധാത്മാവിൻ്റെ നിറവുള്ളവനാകുന്നു. അതുകൊണ്ടാണ് ശിഷ്യന്മാരുടെ മേൽ കർത്താവ് ഊതുകയും ശിഷ്യന്മാർ പരിശുദ്ധാത്മാവ് പ്രാപിക്കുകയും ചെയ്തു. കർത്താവ് ലോകത്തായിരുന്നപ്പോൾ വാഹനമൃഗത്തിൻ്റെ മുകളിൽ കയറിയതായിട്ട് പറയുന്നത് ഒരിക്കൽ ഒരു തവണ മാത്രമാണ്. നമ്മുടെ കർത്താവായ യേശു അങ്ങനെ കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി രാജാവായിട്ട് എഴുന്നള്ളി യെരൂശലേമിലേക്ക്. ഈ ലോകത്ത് ഏറ്റവും അധികം തള്ളപ്പെടുന്ന, ആട്ടിപ്പായിക്കുന്ന ഒരു വിഭാഗമാണ് ശിശുക്കൾ. രണ്ടാമത്തെ വിഭാഗമാണ് സ്ത്രീകൾ. ശിശുക്കളെയും സ്ത്രീകളെയും കർത്താവ് ആട്ടിപ്പായിക്കുകയല്ല ചെയ്തത്, പിന്നെയോ അവരെ അണയ്ക്കുകയും അവരെ ബഹുമാനിക്കുകയും അവരെ സ്നേഹിക്കുകയും ചെയ്തു. കർത്താവ് ലോകത്തായിരുന്നപ്പോൾ തിന്നാലും കുടിച്ചാലും എന്തു ചെയ്താലും നിങ്ങൾ ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ട് ചെയ്യണമെന്ന് അപ്പോസ്തലിക ഉപദേശമുള്ളതുപോലെ നമ്മുടെ കർത്താവ് കഴിക്കുമ്പോഴൊക്കെയും കുടിക്കുമ്പോഴൊക്കെയും പാനപാത്രമെടുത്ത് അപ്പമെടുത്ത് ദൈവത്തിന് സ്തോത്രം ചൊല്ലി നുറുക്കിയാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കർത്താവ് നമുക്ക് കാണിച്ചതായിരിക്കുന്ന മാതൃക ഈ ലോകത്തിൽ ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കണം, എങ്ങനെ പ്രവർത്തിക്കണം, എങ്ങനെ ദൈവപ്രീതിക്കായിട്ട് യത്നിക്കണം എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് ഈ ലോകത്തിന് മുമ്പാകെ കാണിച്ചു കൊടുത്ത അത്ഭുത പുരുഷനാണ് കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു. വെറുതെ ഒരു പ്രസംഗം നടത്തി അനുയായികളെ ഇളക്കി വിടുകയല്ല, പിന്നെയോ അനുയായികളുടെ മുമ്പാകെ ഏറ്റവും പവിത്രമായിരിക്കുന്ന മാതൃക പ്രദർശിപ്പിച്ചതായ ലോകത്തിൻ്റെ ഗുരുവാണ് കർത്താവായ യേശുക്രിസ്തു. ഈ പ്രഭാതത്തിൽ തൃപ്പാദമെന്ന ഈ പ്രോഗ്രാമിൽ കൂടി എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ സഹോദരീ സഹോദരങ്ങളെയും കുഞ്ഞുങ്ങളെയും മാതാപിതാക്കളെയും അനുഗ്രഹിക്കട്ടെ. ഈ കർത്താവിന് വേണ്ടി നമുക്ക് ജീവിക്കാം, പ്രവർത്തിക്കാം. അവിടുത്തെ പരിശുദ്ധമായിരിക്കുന്ന നാമം ഈ പ്രഭാതത്തിൽ വീണ്ടും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമീൻ.